ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് എറണാകുളത്ത് രജിസ്ട്രേഷനുള്ള ബസ്സാണ് തമിഴ്നാട് രജിസ്ട്രേഷനുള്ള കാറ് ശബരിമല പോയിട്ട് വരുന്ന വഴിക്ക് അതിൽ തമിഴ്നാടുകാരാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. 12 മണിയോടുകൂടിയാണ് അപകടം നടന്നത്. 2 പേര് മരിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് കാറിലുള്ളവർക്ക് വളരെ സീരിയസ് ആണ്. ഈ നിലമേലിനും ചടയമംഗലത്തിനും ഇടയ്ക്ക് നല്ല തിരക്കുണ്ട്. മിക്ക ദിവസങ്ങളിലും ഇപ്പം തന്നെ ഒരു മാസത്തിനിടയ്ക്ക് 4ഓളം പേര് മരണപ്പെട്ട ഒരു പ്രദേശമാണ്. വലിയ തിരക്കാണ് ഈ റോഡിൽ അനുഭവപ്പെടുന്നത്. അത് അടിയന്തരമായി ഈ തിരക്ക് കുറയ്ക്കുവാനും ഈ റോഡിൻ്റെ വികസനം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിൽ അടിയന്തരമായി ശ്രദ്ധിക്കണം എന്നാണ് ഇവിടുത്തെ നാട്ടുകാരെന്ന നിലയ്ക്ക് പറയാനുള്ളത്. നമസ്കാരം, റോഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ചടയമംഗലത്ത് നെട്ടേത്തറയിൽ വാഹന അപകടം. 2 അയ്യപ്പന്മാർ മരണമടഞ്ഞു. 2 ആൺകുട്ടികളും മുതിർന്ന ഒരാളെയും ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാത്രി 11:30 അപകടം നടന്നത്. കന്യാകുമാരി സ്വദേശികളാണ് മരണമടഞ്ഞത്. MC റോഡിൽ ചടയമംഗലം നെട്ടേത്തറ ഭാഗത്ത് വെച്ച് ശബരിമല ദർശനം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന കാറും തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ടൂറിസ്റ്റ് ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുകയാണ് അപകടം ഉണ്ടായതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. കാറിൽ ഇടിച്ച ടൂറിസ്റ്റ് ബസ് തൊട്ടടുത്തുണ്ടായിരുന്ന ചായക്കടയും തകർത്തുകൊണ്ട് സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. പോലീസും നാട്ടുകാരും ചേർന്ന് അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഒരാൾ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ വെച്ചും മറ്റൊരാളെ വെഞ്ഞാറമൂട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വെച്ചും മരണപ്പെടുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന 2 കുട്ടികളെയും മറ്റൊരാളെയും ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MC റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കടയ്ക്കൽ നിന്നും ഫയർഫോഴ്സ് എത്തി റോഡ് കഴുകിയതിനു ശേഷം ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചു. റൂട്ട് ന്യൂസ്, ചടയമംഗലം. ഇങ്ങോട്ട് പറയുന്നാലും മതി.